മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം. അപ്പോൾ ഈ പറഞ്ഞതൊന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അങ്ങനെ ഒരു കാലം ഉണ്ടായെങ്കിൽ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. പ്രതീക്ഷയാണല്ലോ എല്ലാം, നമ്മളെ ജീവിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. അപ്പം നമ്മൾ ആ പ്രതീക്ഷയ്ക്കൊത്തങ്ങ് നീങ്ങുകയാണ്. അപ്പോൾ കൊറോണ കാലത്തെ രണ്ടാമത്തെ ഓണമാണ്. ഇതും നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ആഘോഷിക്കാം. പുറത്തോട്ടൊന്നും അധികം പോകാതെ നമ്മുടെ വീട്ടുകാരൊത്ത് നമുക്ക് ചെറിയ രീതിയിൽ തന്നെ ആഘോഷിക്കാം. ആൾക്കാരൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നമ്മുടെ ഓരോ ജീവിതം, അതായത് ഈ കൊറോണ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. ഇതിൽ കൂടി നമുക്കൊന്ന് യോജിച്ച് തന്നെ മുന്നോട്ട് പോകാം ഇനിയുള്ള കാലത്തും. എന്താണേലും നമ്മുടെ ഓണം നമ്മൾ ചെറിയ രീതിയിൽ ആഘോഷിക്കുന്നെന്ന് പറഞ്ഞു. ഉള്ളത് കൊണ്ട് ഓണം നമ്മൾ പണ്ട് തൊട്ടേ പറയുമല്ലോ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാം. ഇന്നിപ്പം ഞാൻ ഓണത്തിന് ഒരു മധുരക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഒരു മധുരം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു, ഓണ മധുരക്കറി. അപ്പം നമുക്കത് എങ്ങനെയെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ മധുരക്കറിക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഫസ്റ്റ് തന്നെ പൈനാപ്പിൾ വേണം, പിന്നെ ഏത്തപ്പഴം വേണം. ഞാനിത് വറുത്ത് തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം തേങ്ങ ഒരു മുറി വറക്കണം. അപ്പം എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് വറുത്ത തേങ്ങ ഇരിപ്പുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ബൗളിൽ ഇത്രയും തേങ്ങ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നട്ട്സ് വേണം, പിന്നെ കിസ്മിസ് അത് വേണം, പിന്നെ 2 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, എരിവിന് അതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിൽ വേണം, നെയ്യ് വേണം, കുറച്ച് ശർക്കര വേണം മധുരത്തിനനുസരിച്ചിട്ട്. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പം ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് ഓയിൽ, വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഉപ്പും നമ്മൾ എടുത്തു വെച്ച പിന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. കാര്യം ഇതൊന്ന് വേവണം, ആദ്യം നന്നായിട്ട് വേവട്ടെ. കൂടെ നമുക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കാം. എന്നിട്ടിതൊന്ന് അടച്ചു വെക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തുടയണം എന്നുണ്ടെങ്കിൽ, അതായത് കുഴഞ്ഞ പരുവത്തിൽ അതാണ് ഇഷ്ടമെങ്കിൽ നമ്മൾക്ക് കുക്കറിലിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതി. പക്ഷെ നമുക്ക് നന്നായിട്ട് വേഗണം. പക്ഷെ എന്നാലും ഒത്തിരി ഇങ്ങനെ ഉടയുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഈ പാനിൽ വെച്ച് തന്നെ നമ്മളിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ശർക്കര വെള്ളം ഒഴിക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ശർക്കര വെള്ളം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഒഴിക്കാം. അത് ശർക്കരയൊക്കെ നമ്മൾ മധുരത്തിനനുസരിച്ചാണ്. കാര്യം ചില പൈനാപ്പിളിന് നല്ല മധുരമായിരിക്കും, ചിലപ്പം ഇച്ചിരി പുളി ഉണ്ടാവും. എന്നാലും മധുരം അനുസരിച്ചിട്ട് നമുക്ക് ശർക്കര വെള്ളം ആവശ്യമുള്ളത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 1/2 ബൗളോളം ഉണ്ട്, അത് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പം നമുക്ക് വറുത്ത തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് 5 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് ഒന്നുകൂടി വേവിക്കാം. നമുക്ക് തേങ്ങയൊക്കെ ഇട്ടതല്ലേ, അപ്പോൾ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് ഞാനൊരു ചെറിയൊരു പാൻ വെച്ച് കൊടുത്തേക്കാണ്. നമുക്ക്
അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് മൂപ്പിച്ചിടാവേ. ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് നമ്മൾ നട്ട്സ് വറക്കുമ്പോൾ ഒരു നുള്ളു ഒരു പിഞ്ചോളം ഒരു ഉപ്പിട്ട് കൊടുത്ത് വറക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും നട്ട്സിന്. നമുക്ക് മുന്തിരി ഒന്ന് മൂപ്പിച്ചിടാം. ഇത് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇനിയിപ്പം നമുക്ക് ഈ ബാക്കി നെയ്യിലേക്ക് ഒരല്പം നെയ്യ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് താളിക്കാം. അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഓണം സ്പെഷ്യൽ മധുരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് പ്രായമൊന്നുമില്ല, കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമുള്ള ഒരു കറിയാണ്. അതുകൊണ്ട് നമ്മളിന്ന് ഓണത്തിന് സ്പെഷ്യലായിട്ട് മധുരക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓണം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും പഴയ പോലുള്ള ഉഷാറൊന്നും ഇല്ല, നമുക്കറിയാം. അത് എന്താണെന്നും അറിയാം. അതുകൊണ്ട് എല്ലാവരും സമാധാനത്തോടെ ഇരിക്കുക. ഇതെല്ലാം ഒന്ന് പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ കുറച്ച് നാൾ കൂടി പിടിക്കും. അപ്പോൾ അതുവരെ നമ്മൾ ശ്രദ്ധയോടെ ക്ഷമയോടെ കാത്തിരുന്നേ പറ്റൂ. പിന്നെന്താ, എല്ലാവരും പറയും എന്താണ് പ്രശ്നം, ലോകമൊക്കെ അവസാനിക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മളുടെ മുൻ തലമുറ ഇതിനേക്കാൾ ഭീകരമായ മഹാമാരിയെ നേരിട്ടിട്ടുണ്ട്. അതായത് പണ്ട് മസൂരി പോലത്തെ ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഒരു ഗ്രാമം മുഴുവനാണ് പോകുന്നത്. ഒരാൾക്ക് അസുഖം വന്നു എന്ന് പറഞ്ഞാൽ വീട്ടുകാരോ ബന്ധുക്കളോ നാട്ടുകാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവരെ അപ്പോഴേ അങ്ങ് തള്ളിവിടും. അവസാനം അവർക്ക് മരണമാണ്, അല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ എവിടെങ്കിലും തള്ളും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമ്മളൊക്കെ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചുറ്റുപാടും നമ്മളെ രക്ഷിക്കാൻ ആൾക്കാരുണ്ട്. ആരോഗ്യ പ്രവർത്തകരാണേലും സർക്കാരാണേലും രക്ഷാപ്രവർത്തകരാണേലും എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനൊരു മഹാമാരി വന്നു, അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. എല്ലാം മാറും. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഓണം. മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.